ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. നേന്ത്രപ്പഴം മുട്ടയും വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇഫ്താർ സ്നാക്കായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പഴമാണ്. നിങ്ങളെടുത്ത് ഇതിനും ചെറിയ സൈസാണെങ്കിൽ നിങ്ങൾക്ക് 3 പഴം വെച്ചിട്ടെടുക്കാം. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ദാ ഞാനിതിവിടെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് മാറ്റി വെക്കാം. നമുക്കിനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടായ നെയ്യിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. കാഷ്യൂ നട്ട്സ് ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു പലഹാരത്തിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നെയ്യിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഈ പഴം ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. പഴം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. വല്ലാണ്ട് അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കാം. ഇളക്കി കൊടുക്കുമ്പം പഴം വല്ലാണ്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. പഴം ഒരു ജ്യൂസി ടെക്സ്ചർ ആകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ പഴം തയ്യാറായി കിട്ടിയിട്ടുണ്ട്. പഴം ഇത്രയും കുക്കായി കിട്ടിയാൽ മതി. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണിഞ്ഞ് കിട്ടുന്നവരെ മാറ്റി വെക്കാം. അടുത്ത ഞാനിവിടെ ഒരു ബൗളിൽ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തിട്ടെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിക്സിയുടെ ജാറിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ടും നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടുന്നവരെ നമുക്കിതൊന്ന് വിസ്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അതിവിടെ നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിതിൽ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പഞ്ചസാര ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് കിട്ടുന്നവരെ നമുക്കിതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതിലും എളുപ്പം നിങ്ങൾക്ക് മിക്സറിൻ്റെ ഒരു ജാർ എടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇതിലേക്ക് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് പാലും പഞ്ചസാരയും മുട്ടയും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കിതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് മുട്ടയും പാലും പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ മുട്ടയുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച പഴമില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മൾ പലഹാരത്തിൻ്റെ കൂട്ടുകൂടെ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് കായപ്പോളയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചെറിയ പാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാ ഭാഗത്തും നന്നായിട്ട് നെയ്യൊന്ന് തടവി കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പഴത്തിൻ്റെ കൂട്ടില്ല അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡയറക്റ്റായിട്ട് ഇത് അടുപ്പത്ത് വെച്ചതാണെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ തവ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, ഇതൊരു പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ അത് വെച്ച് കൊടുക്കാം. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് നമ്മളിതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനതിവിടെ മുന്തിരിയൊക്കെ വെച്ച് കൊടുത്ത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം മൊത്തത്തിൽ 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കൊരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഫോക്കോ വെച്ചിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അതിൽ മുട്ടയുടെ അംശമൊന്നുമില്ല, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പാന് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. ഒന്ന് തണഞ്ഞ് കിട്ടിയതിൻ്റെ ശേഷം നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടത്തിയെടുക്കാം. ഇനി നമുക്കിത് വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുങ്ങനെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നേരെ സെർവിങ് പ്ലേറ്റിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ നമ്മളെ കായപ്പോള തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കുണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അത്.
ഇതിനി നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് 4 മണി ചായക്ക് മാത്രമല്ല ഇഫ്താർ സ്നാക്കായിട്ടും നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.